വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു കാച്ചിൽ കൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാച്ചിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വെള്ളക്കാച്ചിലാണ്, വിഷമൊന്നുമില്ലാത്ത സാധനമല്ലേ കാച്ചിലൊക്കെ ആകുമ്പം. കാച്ചിൽ, ചേന, ചേമ്പ് അതൊക്കെ വിഷമൊന്നുമില്ലാത്ത സാധനങ്ങളല്ലേ. അപ്പോൾ അതൊന്നും കളയരുത്. ആരും കിട്ടിയാൽ കറി വെച്ചോ പുഴുങ്ങിയോ ഒക്കെ കഴിക്കണം. ഞാൻ ഇതിപ്പോൾ കറി വെക്കാനായിട്ട് പോവുകയാണ്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് കഴുകി എടുക്കണം. ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. നല്ല വെള്ളക്കാച്ചിലാണ്. അപ്പോൾ ഈ കാച്ചിൽ ചെത്തി കഴുകുമ്പോൾ നല്ലൊരു കിളുകിളുകളാ ഇരിക്കുന്ന ഒരു ഇതാണ്, ഒരു വിഴുവിഴുപ്പെന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഇരിക്കും. അത് നന്നായിട്ടൊരു 3-4 വെള്ളം കഴുകിയിട്ട് ചെറിയ ചൂടുവെള്ളവും കൂടെ വെച്ച് ഒന്ന് കഴുകിയാൽ മതിയേ. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുത്ത്, നമുക്ക് എത്ര വലുപ്പത്തിൽ അരിയണമെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി. ഞാനിപ്പോൾ ചെറിയ കഷ്ണമായിട്ട് പെട്ടെന്ന് വേവുമല്ലോ. ഒരുപാട് വിളഞ്ഞ കാച്ചിലല്ല ഉണ്ടോ. ഇതിങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ഇതിനൊരു കിളുകിളുപ്പുണ്ട്, ഒരു വിഴുവിഴുപ്പ് പോലെ ഒരു ഇതുണ്ട്, ഒരു പശ പോലെ. അപ്പോൾ അത് കുറച്ച് നമ്മളൊരു 3-4 വെള്ളം ഇതുപോലെ നല്ലതായിട്ട് കൈയിട്ട് ഞെരടി കഴുകിയാലേ അത് പോകത്തുള്ളൂ. അതിന് ശേഷം ഞാൻ ചൂടുവെള്ളവും കൂടി ഒഴിച്ച് കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കാന്താരിമുളക്, ഒരു 10 കാന്താരിമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്ത് വയ്ക്കാം. ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ഇടുന്നത് കൊണ്ടാണ് അരപ്പിനകത്ത് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തത്. അപ്പോൾ ഞാൻ കഷ്ണത്തിനകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂടിയൊക്കെ വെച്ചൊന്ന് അടയ്ക്കാം. അടച്ചതിന് ശേഷം നമുക്ക് ഈ അരപ്പൊന്ന് അരച്ച് കൊണ്ടുവരാം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ കാന്താരിമുളക് ഇട്ടു, ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ആ തേങ്ങായും കൂടി ഇട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, എങ്കിലും ഒന്ന് അരയണം. ആ പരുവത്തിന് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം. ഞാനിവിടെ അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചെറിയ ജീരകമാണ് ഇതിന് ചേർക്കേണ്ടത്. നമ്മുടെ കാച്ചിലൊക്കെ വെന്തോ നോക്കാം. കാച്ചിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, ആ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കാച്ചിലിന് നമുക്ക് കറിയിലേക്ക് എത്ര വെള്ളം വേണോ അതിൻ്റെ അനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുക കേട്ടോ. ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഇതങ്ങ് കുറുകിപ്പോവും. അപ്പം അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കണേ. ഈ കാച്ചിലിനും ചേനയിരിശ്ശേരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്കൊക്കെ കാന്താരിമുളക് അരയ്ക്കുന്നതാണ് നല്ലത് പച്ചമുളകിനേക്കാളും. ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു മൂടി വെച്ചൊന്ന് അടച്ചൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് ഞാൻ വാങ്ങി വെച്ചു. ഇനി നമുക്കിതിന് കടുക് താളിക്കണം. കടുക് താളിക്കാനായിട്ട് ഞാനൊരു ചെറിയ പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തു. കടുകിട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഉഴുന്നാണ്. ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ഞാൻ അതിലേക്ക് ചെറുതായിട്ടൊന്ന് മൂത്തപ്പോൾ വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്തു. ഇനി അതൊന്ന് നന്നായിട്ടെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് മൂടിയൊക്കെ തുറന്നു ഞാനൊരു ബൗളിനകത്തേക്ക് കറി ഒന്ന് മാറ്റുവാണേ. നല്ല ടേസ്റ്റാണ് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാനായിട്ട്. ഒരു ബൗളിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളിതുപോലെ കാച്ചിൽ വെച്ച് കറി ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കിയെങ്കിൽ ഉണ്ടാക്കുന്നവർ അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. പിന്നെ കാച്ചിൽ കൊണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുമെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.